ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. ഇത് ഡാസ്ലറിൻ്റെ പെൻസിലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് പോയി കാണണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ സാധനം. അപ്പോൾ അതെന്തോ 4 എണ്ണം കണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണമാണിത്. ഇത് വെച്ചിട്ട് നമുക്ക് കണ്ണെഴുതാം. ഇത് വെച്ച് പെട്ടെന്ന് എഴുതാൻ പറ്റും കേട്ടോ. മറ്റേതൊക്കെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ആക്കണം. ഇത് പക്ഷേ ഒറ്റ വട്ടം എഴുതിയാൽ മതി. നന്നായിട്ട് കരി പറ്റുന്നുണ്ട് കേട്ടോ. എൻ്റെ കണ്ടില്ലേ, ബാക്കിയും കൂടെ എഴുതട്ടെ. അപ്പോൾ ഞാൻ കണ്ണെഴുതി നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് കേട്ടോ എഴുതിയത്. അപ്പോൾ ഇവിടെ ഒന്ന് എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിരിവൊന്നും എഴുതത്തില്ല കേട്ടോ. എഴുതേണ്ട കാര്യമില്ല എനിക്ക്. ഓൾറെഡി എനിക്ക് നല്ല പിരിവുണ്ട്. പിന്നെ എടുത്തപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെങ്കിലേ ഉള്ളൂ. അല്ലാണ്ട് ഓക്കെയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പൊട്ടിട്ടെടുക്കാം. ഇതാണ് പൊട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മീഷോയിൽ നിന്ന് ഞാൻ കുറേ പൊട്ടുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണിത്. ഇതൊരു 6 ബോക്സിലാണ് ഉള്ളത്. അപ്പോൾ ഒരു ബോക്സിലുള്ളതാണ് ഞാൻ ആ പാട്ടയ്ക്കകത്ത് വെച്ചിരിക്കുന്നത്. അത് നേരത്തെ ഇട്ട് വെച്ചിരുന്നൊരു പാട്ടയാണ്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിനകത്തോട്ട് ഇട്ട് വെക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കിയാണ് വേണ്ടത്. ഇത് എല്ലാം കൂടെ ഉള്ളത്. ഇത് 2 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരെണ്ണമാണ് ഞാൻ ആ ബോക്സിൽ ഇട്ട് വെച്ചത്. അത് എടുക്കാൻ കുറച്ച് എളുപ്പമാണ്, അതാണ് അങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്. നമ്മുടെ മയണൈസ് ഒക്കെ കിട്ടത്തില്ലേ, ആ ബോക്സാണത്. അപ്പോൾ ഇത് ഒരെണ്ണം. പിന്നെ ഉള്ളത് ഇതെല്ലാം ഒരേപോലെ ഇരിക്കുന്നെങ്കിൽ ഇച്ചിരി കളർ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് ഒരേ കളർ പോലെയുള്ള. പിന്നെ ഇത് ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ല റെഡ് കളറാണ്. പിന്നെ ഇത് വന്നിട്ട് കുറച്ചുകൂടി ഡാർക്ക് കളറാണ് കേട്ടോ. ഇതിനെക്കാട്ടി കുറച്ചുകൂടി ഡാർക്ക് കളറാണ് ഇത്. കണ്ടല്ലേ, കാണാൻ അറിയാൻ വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് ഈ പൊട്ടിട്ടോ എങ്ങനെയുണ്ടോ നോക്കട്ടെ. വേറെ കുറേ പൊട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനങ്ങനെ ഇത് മാത്രമാണ് യൂസ് ചെയ്യാറ് മിക്കാറും കേട്ടോ. മിക്കാറും ഇത് ഈ ഒരു കളറാണ് ഇടുന്നത്. നിങ്ങൾ മിക്കാറും വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, എൻ്റെ എല്ലാ വീഡിയോയിലും ഈ ഫോട്ടായിരിക്കും. അപ്പം നമ്മൾ പൊട്ട് വെച്ചു. നമുക്ക് സിന്ദൂരം ഇട്ടു. ആ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് ഇനി നമുക്ക് വള ഇട്ട് കൊടുക്കാം. ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഒരു വളയാണ് ഇട്ടിടുന്നത്. ഇതെനിക്ക് ദൈവ വാങ്ങി തന്നെയാണ്, രാജസ്ഥാനിൽ നിന്ന് വന്നത്. 4 എണ്ണം ഉണ്ട്, 3 എണ്ണം ഇടുന്നു. അടുത്തത് നമുക്ക് കമ്മലിടാട്ടെ. ഇത് ഞങ്ങൾ ഒരു ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിച്ചാണ്. ഏട്ടൻ എനിക്ക് വാങ്ങി തന്നതാണത്. ഞാനിങ്ങനെ എടുത്തിട്ട് ചോദിച്ചു, എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ എടുത്തോളാം എന്തായാലും പറഞ്ഞില്ലേ. അപ്പം നമ്മൾ ഒട്ടും കുറയ്ക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് 2 എണ്ണം എടുത്തു. ഒരെണ്ണം വേറൊരു വീഡിയോയിൽ കാണിക്കട്ടോ. ഇതാണ് സംഭവം. കറക്റ്റ് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്നത് തന്നെ. നമുക്ക് കറക്റ്റ് കളർ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്, പൊളിയല്ലേ? ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടോ ഈ ഒരു കമ്മൽ. ഞാനിങ്ങനെ വലിയ കമ്മലൊന്നും അധികം ഇടാത്തതാണ്, പക്ഷേ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി എന്തോ നമുക്ക് ഒരു സാധനം ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം കേട്ടോ. ഇപ്പം നമ്മുടെ ജസ്റ്റ് ഹെർബ്സിൻ്റെ നമ്മൾ മീഷോയിൽ നല്ല സ്മിത്തണിയിൽ നിന്ന് വാങ്ങിയപ്പം ഇത് ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും കൂടെ 300 സംതിങ് റുപ്പീസ് ആയിട്ടുള്ളൂ. കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്, 7-8 പ്രോഡക്റ്റ് കണ്ട് ഇത്രയും രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കിട്ടിയത്. ഇതിനകത്ത് കുറേ ഉണ്ടെങ്കിലും ഏകദേശം എല്ലാം എനിക്കൊന്നും ഒരേ ഷെയ്ഡാണ്. പിന്നെ എനിക്ക് മാച്ചാവാത്ത കുറേ ഷെയ്ഡുണ്ട്. പക്ഷേ ഞാൻ ഇതിനകത്ത് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഒരു സാധനമാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. എനിക്കിടുമ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നും കേട്ടോ. എന്താണെന്നറിയത്തില്ല, ബാക്കിയുള്ള കളർ കൊള്ളാം, പക്ഷേ എന്നാലും ഇത് കുറച്ചും കൂടി നന്നായിട്ട് തോന്നുന്നുണ്ട്. ഇത് 07 ഡൂഡിൽ മോയിഷ് ബ്രൗൺ ആ ഷെയ്ഡാണ് കേട്ടോ. ഇട്ട് കണ്ടു.
കൊള്ളാം. എങ്ങനെയുണ്ട്? ലിപ്സ്റ്റിക് ഇടുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഇടുന്നത്, എനിക്കിതേ അറിയുള്ളൂ. ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഞാൻ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു പെൻസിലാണ് കേട്ടോ, ലിപ് ലൈനറാണ്. ഇത് വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കും. സാധാരണ എപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഈ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ലൈൻ ചെയ്യുന്നത്. ഇതൊരു റെഡ് കളറാണ് കേട്ടോ, റെഡല്ല, ഏകദേശം റെഡ് കളർ. അപ്പോൾ ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? സ്റ്റിക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു കേട്ടോ.